ഞാൻ ഈശ്വരനാണ് എന്ന സത്യം തിരിച്ചറിയണം. ജീവൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഈശ്വരൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും ഒരേ ചൈതന്യം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ആ അർത്ഥത്തിൽ ജീവഭാവം ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല. ഒരേ ചൈതന്യത്തിൻ്റെ രണ്ട് പ്രകടനങ്ങൾ. അതുകൊണ്ട് രാമ, നീ ഈശ്വരൻ്റെ സങ്കല്പത്തിനനുസരിച്ചാണ് പ്രപഞ്ച ദൃശ്യങ്ങളെ അനുഭവിക്കുന്നത്. ത്വദാത്മനാച സയേവ, നീയായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ വിചാരിച്ചാൽ ഈ അടിമത്ത മനോഭാവം നീങ്ങും. ഈശ്വരനെ തന്നിൽ നിന്ന് അന്യനായ ഒരു തത്വമായി, വേറിട്ട ഒരു തത്വമായി കരുതുമ്പോഴാണ് ഞാൻ ദാസൻ, അങ്ങ് പ്രഭു, ഇങ്ങനെ ഒരു ഭേദം ഉണ്ടാകുന്നത്. രാമ, അദ്ദേഹം തന്നെയാണ് നീയായി തീർന്നിരിക്കുന്നത്. അദ്ദേഹം കെട്ടിയ ഒരു വേഷമാണ് നീ. ഈ ഭാവത്തെ അംഗീകരിച്ചാൽ നാം അതിവേഗം ഈശ്വര ഭാവത്തിലേക്ക് ഉയരും. കാരണം ഭഗവാനാണ് ഞാനായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വ്യക്തിയല്ല, ഞാൻ ജഗതീശ്വരൻ തന്നെ. അങ്ങനെ ഒരു താതാത്മ്യം അല്പാൽപമായി നമ്മുടെ ഉള്ളിൽ പൊന്തി അവസാനം യാതൊരു സംശയവുമില്ല, ഞാൻ ഈശ്വരൻ തന്നെ എന്നുള്ള ഉറപ്പ് ഒരു വ്യക്തി നേടുന്നു. ത്വദാത്മനാച സയേവ ഇതി പ്രാഗുക്തം, നീയായി തീർന്നിരിക്കുന്നത് അവൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വസിഷ്ഠ മഹർഷി. ദ്രഷ്ടൃദൃശ്യഭാവം അനുഭൂതവാൻ, താൻ തന്നെ പലതാക്കി മാറ്റിയ അനുഭവത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വസിഷ്ഠ മഹർഷി വിവരിച്ച് കേൾപ്പിച്ചു. ഞാൻ തന്നെയാണ് പഞ്ചഭൂതങ്ങളായി മാറിയത്, ഞാൻ തന്നെ അഗ്നിയും ജലവും എല്ലാമായി മാറി വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഉള്ളിലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ വളരെ വിശദമായി വർണ്ണിച്ചു. ഇതുപോലെ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് ഈശ്വരനാണ്. ആ അർത്ഥത്തിൽ വസിഷ്ഠനായും രാമനായും അയോധ്യാവാസികളായും ദശരഥനായും ദശരഥ പത്നിമാരുമൊക്കെ ആയി തീർന്നിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ദൃശ്യം ദ്രഷ്ടാവ് തന്നെയാണ്. ദൃശ്യത്തെ തന്നിൽ നിന്ന് അന്യമായ ഒന്നായി കരുതുന്നത് ദ്രഷ്ടാവിൻ്റെ അജ്ഞത കാരണമായിട്ടാണ്. ആ അജ്ഞാനം നീങ്ങിയാൽ ദൃശ്യം ദ്രഷ്ടാവ് തന്നെ എന്ന് ദ്രഷ്ടാവിന് ബോധ്യപ്പെടും. അതോടുകൂടി ദൃശ്യം അപ്രത്യക്ഷമാകും. ഇനി ദൃശ്യം മറഞ്ഞു പോയില്ലെങ്കിൽ പോലും അത് താൻ തന്നെ എന്നുള്ള അറിവ് ഉള്ളിലുള്ളത് കൊണ്ട് ദൃശ്യങ്ങളാൽ ബാധിക്കപ്പെടാതെ ദ്രഷ്ടാവിന് കഴിയാൻ പറ്റും. തേന അസ്യ സിദ്ധിരിത്യർത്ഥ. ഇതാണ് ഭഗവാന്റെ വൈഭവം. അദ്ദേഹത്തിൻ്റെ മഹത്വം പ്രപഞ്ച സൃഷ്ടിയിലൂടെ മാത്രമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്. സകല ജീവന്മാരുമായി തീർന്നിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ പ്രപഞ്ചമെന്ന പോലെയും പ്രപഞ്ചാനുഭവം ഉള്ള ജീവന്മാരെന്ന പോലെയും അനുഭവിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമല്ലാതെ വേറെ ആർക്ക് ഇങ്ങനെ ഒരു മഹത്വം ഉണ്ടാവും? ഇങ്ങനെയാണ് രാമ ദ്രഷ്ടൃദൃശ്യങ്ങൾ സത്യമായി തീർന്നിരിക്കുന്നത്. ഇനി അടുത്ത പദ്യം വായിക്കാം. ചിദ്വ്യോമൈവായമാകാരഃ സ്വേവ്യോംന്യേവ ന മുഹ്യതേ സ്വയമേവ യഥാ സ്വപ്നേ കോസ്യ പര്യനുയോഗകൃതേ. ഈ ശ്ലോകം നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഇതിൻ്റെ വ്യാഖ്യാനം വായിക്കാം. ദ്വിതീയസ്യ ഉത്തരമാഹ, രാമൻ്റെ രണ്ടാമത്തെ ചോദ്യം. എങ്ങനെയാണ് ഈ ഭേദം നിലവിൽ വന്നത്? ജീവൻ വേറെ ഈശ്വരൻ വേറെ, അല്ലെങ്കിൽ ദ്രഷ്ടാവ് വേറെ ദൃശ്യം വേറെ. ഈ ഭേദങ്ങൾ അല്ലെങ്കിൽ കാര്യകാരണ ഭേദം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് അയം കാര്യകാരണഭാവാദ്യാകാരഃ ചിദ്വ്യോമൈവ. കാര്യമായും കാരണമായും ഇവിടെ കാണപ്പെടുന്നത് ഒരേ ചിദാകാശം തന്നെയാണ്. യഥാ ഘടോ മൃദേവേദി ചിദ്വ്യോമൈവ ഉപാദാനം മോഹയേവാസ്യ നിമിത്തം. ഏതൊരു ഉത്പന്നവും നിർമ്മിക്കപ്പെടണമെങ്കിൽ രണ്ട് കാരണങ്ങൾ കൂടിയേ തീരൂ. ഉപാദാന കാരണം, നിമിത്ത കാരണം. ഉപാദാന കാരണം എപ്പോഴും നിർജീവ വസ്തുവായിരിക്കും.
ഒരു ജഡപദാർത്ഥമായിരിക്കും. നിമിത്ത കാരണം ജഡമാവാൻ പറ്റില്ല. അത് സചേതനനായ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സചേതനമായ ഒരു തത്വമായിരിക്കണം. ഇപ്പോൾ പ്രപഞ്ചം എന്നുള്ളത് ഒരു ഉത്പന്നമാണ്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ്. ഈ ഉത്പന്നം നിർമ്മിക്കപ്പെടാൻ രണ്ട് കാരണം വേണം. ഒന്ന് ഉപാദാന കാരണം, മറ്റേത് നിമിത്ത കാരണം. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പാദനത്തിൽ ഏതാണ് ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തു. എന്തിനെ വെച്ചുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, യഥാ ഘടോ മൃദേവേദി, കുടമായി കാണപ്പെടുന്നത് മണ്ണ് തന്നെ. അപ്പോൾ മണ്ണിനെയാണ് നമ്മൾ കുടത്തിൻ്റെ കാരണമായി പറയുന്നത്, ഉപാദാന കാരണമായി. അതുപോലെ ചിത്ത് തന്നെയാണ് പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ചിത്ത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം. അങ്ങനെയാണെങ്കിൽ നിമിത്ത കാരണമോ? കുടത്തിൻ്റെ നിർമ്മാണത്തിൽ നിമിത്ത കാരണം കൊശവനാണ്, മൺഭാണ്ഡങ്ങൾ നിർമ്മിക്കുന്ന ആ വ്യക്തിയാണ്. ഇവിടെ പ്രപഞ്ച സൃഷ്ടിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന ഉത്പന്നത്തിൻ്റെ നിമിത്ത കാരണം ജീവൻ്റെ മോഹമാണ്, അല്ലെങ്കിൽ അജ്ഞതയാണ്. ജീവൻ്റെ അജ്ഞതയും അധിഷ്ഠാനമായ ബ്രഹ്മവും സംയോജിക്കുമ്പോൾ പ്രപഞ്ചം സത്യമാണ് എന്ന ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഉപാദാന കാരണം ചിത്ത് തന്നെ, നിമിത്ത കാരണം ജീവന്മാരുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അജ്ഞാനം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ബ്രഹ്മം പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നത്. പ്രപഞ്ചം എന്ന ഒരു ഉത്പന്നം യഥാർത്ഥത്തിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. തൻ്റെ അജ്ഞത കാരണമായി, തൻ്റെ മോഹം കാരണമായി ജീവൻ പ്രപഞ്ചം എന്ന ഒന്ന് വാസ്തവമാണെന്ന് കരുതുന്നു. അത്രയേ ഉള്ളൂ. കഥമിതം ജ്ഞായതേ, അല്ല ഈ കാരണം അങ്ങേക്കെങ്ങനെ മനസ്സിലായി? അതായത് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം ചിത്താണെന്നും നിമിത്ത കാരണം ജീവൻ്റെ അജ്ഞാനമാണെന്നും ഈ കാര്യം അങ്ങേക്കെങ്ങനെ പിടികിട്ടി എന്ന് ചോദിച്ചാൽ, യതോയം സ്വേ വ്യോമ്യേവ പരിജ്ഞാതേ ന മുഹ്യതി അന്യഥാതു മുഹ്യത്യേവ. ചിത്ത് തന്നിൽ തന്നെ പ്രപഞ്ചം ഉണ്ട് എന്നനുഭവിക്കുന്നു. തനിക്ക് അന്യമായ ഒന്നല്ല ഈ പ്രപഞ്ചം. അപ്പോൾ ചിത്തിൽ തന്നെ പൊന്തിയിട്ടുള്ള ഒന്നായതുകൊണ്ട്, ഈ പ്രപഞ്ചം ചൈതന്യത്തിൽ നിന്ന് തന്നെ പൊന്തിയ ഒന്നായതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ചൈതന്യമായതുകൊണ്ട് തന്നെ ചിത്തിന് വാസ്തവത്തിൽ മോഹം സംഭവിച്ചിട്ടില്ല. കാരണം തന്നെ തന്നെയാണ് അത് പ്രപഞ്ചമായി കാണുന്നത്. പക്ഷെ ജീവന്മാർ അങ്ങനെയല്ല. ചിത്തിനെ മറന്ന് ചിത്തിന് അന്യമായ ജഡപ്രപഞ്ചത്തെയാണ് ജീവന്മാർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ജീവന്മാർക്കാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചാനുഭവം. യഥാർത്ഥ സംസാരബന്ധം ജീവന്മാർക്ക് മാത്രമാണ്, ചൈതന്യത്തിന് അതില്ല. ആത്മാവ് തന്നെ തന്നെ പ്രപഞ്ചം ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ, തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വപ്ന ദൃഷ്ടാന്തം ഓർമ്മിക്കുക. സ്വപ്ന ദ്രഷ്ടാവ് തന്നെ സ്വപ്ന ദൃശ്യങ്ങളാക്കി മാറ്റുന്നില്ലേ? സ്വപ്ന ദൃശ്യങ്ങളുടെ വാസ്തവികത എന്ന് പറയുന്നത് സ്വപ്ന ദ്രഷ്ടാവിൻ്റെ വാസ്തവികതയാണ്. സ്വപ്ന ദൃശ്യങ്ങൾക്ക് സത്യത്വം പകർന്നു കൊടുക്കുന്നത് സ്വപ്ന ദ്രഷ്ടാവാണ്. അതല്ലാതെ സ്വപ്ന ദൃശ്യങ്ങൾക്ക് വാസ്തവികത വേറെയില്ല. ഇങ്ങനെ തന്നെ പ്രപഞ്ചമായി ആത്മാവ് കാണുന്നത് കൊണ്ട് ആത്മാവിന് മോഹമോ തെറ്റിദ്ധാരണയോ ഇല്ല. ആത്മഭിന്നമായ ജഗത്തിനെ അനുഭവിക്കുന്നത് ജീവന്മാരാണ്. ആ ഭേദചിന്ത ജീവന്മാരുടെ ഉള്ളിൽ പൊന്തുന്നത് കൊണ്ട് ജീവന്മാർ ഭ്രമിച്ചവരാണ്. അന്യഥാതു മുഹ്യത്യേവ. ബ്രഹ്മം തനിക്ക് അന്യമായ ഒരു പ്രപഞ്ചത്തെ അറിഞ്ഞിരുന്നെങ്കിൽ
ബ്രഹ്മവും മോഹത്തിന് വശംവദമായി തീർന്നേനെ. പക്ഷേ ബ്രഹ്മം പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് ഭിന്നമായ ഒന്നായി അറിയുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് മോഹമില്ല. പക്ഷെ ജീവന്മാർക്ക് മോഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമാണെന്ന് അവർ അറിയുന്നില്ല. ജഡനാമരൂപങ്ങളെ മാത്രമേ ജീവന്മാർ കാണുന്നുള്ളൂ. ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന പരമാർത്ഥം ജീവന്മാർ അറിയാതിരിക്കുന്നത് കൊണ്ട് ജീവന്മാർക്ക് പ്രപഞ്ചാനുഭവം സത്യമെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു. അവർക്ക് ഉള്ളിൽ മോഹം ഉണ്ട്. അവർ അജ്ഞാനികളാണ്. യഥാ സ്വപ്നെ സ്വയമേവ മുഹ്യതി. ഒരു വ്യക്തി സ്വപ്നം കാണുമ്പോൾ തൻ്റെ തന്നെ മനസ്സുണ്ടാക്കിയ ദൃശ്യങ്ങളിൽ സ്വയം മോഹിതനായിത്തീരുന്നു അയാൾ. ഞാൻ തന്നെയാണ് സ്വപ്ന ദൃശ്യങ്ങളായി മാറിയിട്ടുള്ളത് എന്ന സത്യം തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് സ്വപ്നത്തിന് അയാൾ വാസ്തവികത കൽപ്പിക്കുന്നത്. അത് സ്വപ്നദ്രഷ്ടാവിന് പറ്റിയ ഒരു പറ്റാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു തെറ്റിദ്ധാരണയോ മോഹമോ മാത്രമാണ്. അല്ലാതെ സ്വപ്ന പദാർത്ഥങ്ങൾ ഒന്നും വാസ്തവമല്ല. സ്വാത്മപ്രബോധാദേവ മോഹം ജഹാദി തദ്വത്. ഇപ്പോൾ ഈ സ്വപ്നം മിഥ്യയാണ് എന്ന് എപ്പോഴാണ് സ്വപ്നദ്രഷ്ടാവ് തിരിച്ചറിയുന്നത്? ഉണരുമ്പോൾ. ഉണർന്നാലല്ലാതെ സ്വപ്നത്തിൻ്റെ മിഥ്യാത്വം പിടികിട്ടുകയില്ല. ഇതുപോലെ ജീവൻ അജ്ഞാന നിദ്രയിൽ നിന്നുണരണം. ജീവൻ്റെ അജ്ഞാന നിദ്രയിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. ഒരു സ്വപ്നം പോലെ. ആ അജ്ഞാനം നശിപ്പിക്കപ്പെട്ടാൽ സ്വപ്നം ആണ് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ സ്വപ്ന സമാനമാണ് എന്ന സത്യം ജീവൻ തിരിച്ചറിയുകയും സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തനായിത്തീരുകയും ചെയ്യും. നനു സ്വാത്മബോധേ സമർത്ഥ ഈശ്വരഃ സ്വയമേവ ജീവോ ഭൂത്വാ കിമർത്ഥം മുഹ്യതി കുതോവാന പ്രബുദ്ധ്യത്തെ. വല്ലാത്ത ചോദ്യമാണ് ഈ വ്യാഖ്യാതാവ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളൊന്നും രാമൻ ചോദിച്ചതല്ല. വസിഷ്ഠ മഹർഷിയുടെ ഉത്തരങ്ങളിൽ നിന്ന് ഈ ഉത്തരം ഇന്നിന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വ്യാഖ്യാതാവ് ഊഹിച്ച് ചോദ്യങ്ങളെ ഊഹിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഉത്തരത്തിൽ നിന്നും ചോദ്യങ്ങളെ ഊഹിക്കുന്ന സ്വഭാവം അത് അപാര ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റൂ. ഇത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും? വസിഷ്ഠ മഹർഷി ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ. രാമൻ ചോദിച്ചത് 3 ചെറു ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ വ്യാഖ്യാതാവ് കടന്നു ചിന്തിക്കുകയാണ്. അതായത് ഈശ്വരനാണ് പ്രപഞ്ചവും ജീവന്മാരുമായി തീർന്നത് എന്നങ്ങ് പറഞ്ഞു. ഇപ്പോൾ ജീവന്മാർ സംസാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നു. ജീവന്മാർ അജ്ഞാനത്തിന് വശംവദരാണ്. ഇപ്പോൾ സ്വാത്മബോധേ സമർത്ഥ ഈശ്വര. അജ്ഞാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭ്രമദൃശ്യങ്ങളിൽ നിന്ന് ഈശ്വരന് രക്ഷ നേടാൻ വിഷമമില്ലല്ലോ. അല്പന്മാരായ ജീവന്മാരാണല്ലോ സ്വപ്നത്തിൽ നിന്നും ഉണരാൻ പറ്റാതെ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി സുഖദുഃഖങ്ങളിൽ കുടുങ്ങിക്കഴിയുന്നത്. ഈശ്വരന് ആ തെറ്റിദ്ധാരണയെ എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല? ന്യായമായ ചോദ്യമാണ്. ജീവന്മാരുടെ തെറ്റിദ്ധാരണയെ നീക്കാനുള്ള സാമർഥ്യം ഈശ്വരന് ഇല്ലെന്നുണ്ടോ? ഈശ്വരൻ അതിന് സമർത്ഥനല്ലേ എന്ന് ചോദിച്ചാൽ, ഈശ്വരനാണ് ജീവന്മാരായി തീർന്നിരിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് അനന്തകോടി ജീവന്മാരായി ഈ ലോകത്തിൽ വ്യവഹരിക്കുന്നത്. ആ ഈശ്വരന് എന്തുകൊണ്ട് തൻ്റെ ഭ്രമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല? കിമർത്ഥം മുഹ്യതി. ജീവഭാവത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് ഈ ഈശ്വരൻ എന്തിനിങ്ങനെ മോഹിക്കണം? സുഖദുഃഖങ്ങളിൽ പെട്ട് ഉഴലണം. കുതോവാന പ്രബുദ്ധ്യത്തെ. ഈ അജ്ഞാന നിദ്രയിൽ നിന്ന് ആ സർവേശ്വരന്
എന്തുകൊണ്ട് ഉണരാൻ കഴിയുന്നില്ല? അദ്ദേഹം തന്നെയാണല്ലോ ജീവന്മാരായി പ്രകടമായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ ജീവഭാവത്തെ പരിത്യജിച്ച് ഈ അജ്ഞാനത്തിൽ നിന്ന് കരകയറാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, സ്വതന്ത്രസ്യ ഈശ്വരസ്യ കിമർത്ഥം ജീവോ ഭൂത്വാ മുഹ്യസി ഇതി പര്യനിയോഗം ആക്ഷേപം കരോതി. സ്വതന്ത്രനായ, മായയുടെ പിടിയിൽപ്പെടാത്ത, മായയെ തൻ്റെ അധീനതയിൽ വച്ചിരിക്കുന്ന ഈശ്വരൻ ജീവനായി തീർന്ന് പ്രപഞ്ച ദൃശ്യങ്ങളിൽ മോഹിക്കുന്നു എന്നുള്ള ആക്ഷേപം തെറ്റാണ്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കാരണം ഈശ്വരൻ യഥാർത്ഥത്തിൽ ജീവന്മാരായി മാറിയിട്ടില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. ഈശ്വരൻ തന്നെ പരിമിതനായ ഒരു ജീവനായി കരുതേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ, ഈ ജീവന്മാരൊക്കെയും ജഗത്തായും കാണപ്പെടുന്നത് ഈശ്വരനാണെന്ന്. ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈശ്വരൻ യഥാർത്ഥത്തിൽ ജഡനാമരൂപങ്ങളും ജീവന്മാരുമായി തീർന്നിട്ടില്ല. അപരിമിതമായ അനന്തമായ തത്വം യഥാർത്ഥത്തിൽ പരിമിതമാകാൻ പറ്റില്ല. പക്ഷേ അനേകം പരിമിതികൾ അനന്തതയിൽ ഉള്ളതുപോലെ തോന്നുന്നതിന് വിരോധമില്ല. ആ തോന്നൽ പരിമിതന്മാരായ ജീവന്മാർക്കാണ്, ഈശ്വരനല്ല. അതുകൊണ്ട് ജീവരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ എന്തുകൊണ്ട് സംസാര ബന്ധങ്ങളിൽ നിന്ന് സ്വയം തന്നെ മോചിപ്പിക്കുന്നില്ല? ഈ ചോദ്യം അപ്രസക്തമാണ്. ആ ചോദ്യത്തിന് അർത്ഥമില്ല. പര്യനിയോഗം എന്ന് പറഞ്ഞാൽ ആക്ഷേപം എന്നാണ് അർത്ഥം. അതായത് ചോദ്യകർത്താവിനെ അല്ലെങ്കിൽ ഈ തത്വം ഉപദേശിക്കുന്നവനെ പരിഹസിക്കുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ഒരാളെ ദുഷിക്കാൻ വേണ്ടി ഉള്ളിൽ പൊന്തുന്ന ജിജ്ഞാസയെയാണ് പര്യനിയോഗം എന്ന് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നു. അങ്ങനെ അറിയുന്നതിൽ ഞാൻ അമിത താത്പര്യം കാണിക്കുന്നു. എന്തിനെന്നോ, നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി. മഹർഷിമാരുടെ വാക്കുകളെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അവരെ മണ്ടന്മാരാക്കുകയല്ല ശ്രോതാക്കൾ ചെയ്യേണ്ടത്. അവർ പറയുന്നതിൻ്റെ പൊരുൾ, അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്താണ് എന്ന് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈശ്വരനാണ് ജീവന്മാരായി തീർന്നിരിക്കുന്നത് എന്ന് ഋഷീശ്വരന്മാർ പറയുമ്പോൾ ഈശ്വരൻ യഥാർത്ഥത്തിൽ ജീവനായി മാറി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈശ്വരനിൽ വെറുതെ ഉണ്ടെന്ന് തോന്നിയതാണ് ജീവഭാവം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ജീവനെ സത്യമെന്ന് കരുതി ഈ ജീവരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ എന്തുകൊണ്ട് ബന്ധങ്ങളിൽ നിന്ന് സ്വയം തന്നെ മോചിപ്പിക്കുന്നില്ല? ഇതൊക്കെ വിഡ്ഢിച്ചോദ്യങ്ങളാണ്. ഋഷിമാരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പര്യനിയോഗം ആക്ഷേപം കരോതീതി പര്യനിയോഗകൃതേ കോവാ സ്യാത് ന കശ്ചിദിത്യർത്ഥ. ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ശിഷ്യനോടോ അല്ലെങ്കിൽ ചോദ്യകർത്താവിനോടോ ഋഷിമാർ തിരിച്ചു ചോദിക്കും. ഒരു ശിഷ്യൻ, അയാൾ ജീവഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. എല്ലാം ഈശ്വരനാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകടമായിരിക്കുന്നതും അതേ ഈശ്വരനാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരൻ എന്തുകൊണ്ട് ജീവഭാവത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുന്നില്ല? അങ്ങനെ ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? നിങ്ങൾ വീണ്ടും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഈശ്വരനെ നിങ്ങളിൽ നിന്ന് അന്യനായ ഒരാളായി കരുതിയിട്ടാണ് ഈ ചോദ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് ജീവനായി പ്രകടമായിരിക്കുന്നതെങ്കിൽ ഈശ്വരൻ സ്വയം എന്തുകൊണ്ട് തന്നെ മോചിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഈ അജ്ഞതയിൽ നിന്ന് പുറത്തു കിടക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? തന്നെ ഈശ്വര ഭിന്നമായ ഒരു ജീവനായി കരുതുകയും തൻ്റെ ബന്ധത്തിന്
ഈശ്വരൻ പരിഹാരം കണ്ടെത്തണം എന്നും പറയുന്നത് കാര്യങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാനായി പ്രകടമായിരിക്കുന്ന ഈശ്വരൻ തന്നെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതായത് അത് ഈശ്വരൻ്റെ കർത്തവ്യമല്ല. ഞാനായി പ്രകടമായിരിക്കുന്ന ആ ഈശ്വരതത്വം, അതാണ് വാസ്തവത്തിൽ ജീവൻ. ആ ജീവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് തന്നെ മോക്ഷനിലയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. എല്ലാ ഈശ്വരൻ്റെ വടലിക്ക് വെച്ച് കെട്ടി തനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാനല്ല ഇതിന് ഉത്തരവാദി എന്ന് കൈ കഴുകാൻ പറ്റില്ല. അദ്ദേഹം തന്നെയാണ് നിങ്ങളായി തീർന്നിരിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. ആ സത്യം നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഈശ്വരനാണ് ജീവനായി പ്രകടമായിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ആ ക്ഷണത്തിൽ നിങ്ങൾ മുക്തനാണ്. ഇനി നിങ്ങളെ ആരും മോക്ഷത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട കാര്യമില്ല. തന്നെ ഈശ്വര ഭിന്നമായ അല്ലെങ്കിൽ ബ്രഹ്മഭിന്നമായ ഒരു വ്യക്തിയായി കരുതുന്നതാണ് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ ആത്മാവാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുക. അതുമാത്രമേ ഉള്ളൂ ബന്ധമോചനത്തിനുള്ള ഉപായം. അപ്പോൾ എന്തിനാണ് ഈശ്വരൻ ജീവരൂപത്തിൽ പ്രപഞ്ച ദൃശ്യങ്ങളിൽ മോഹിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ ഈശ്വര തത്വത്തെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളായി പ്രകടമായിരിക്കുന്നത് ഈശ്വരനാണ് എങ്കിൽ ഞാൻ ഈശ്വരനാണ് സത്യം, ഞാൻ കള്ളം, ഈ ഭാവത്തെ നിങ്ങൾ ഉറപ്പിക്കൂ. ഞാൻ മിഥ്യയാണെങ്കിൽ നിങ്ങളുടെ സംസാര ബന്ധവും ദുഃഖാനുഭവങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം മിഥ്യയാവാനേ പറ്റൂ. അങ്ങനെ തൻ്റെ മിഥ്യാത്വത്തെ ഉറപ്പിച്ച് ദുഃഖമോചനം നേടണം. അല്ലാതെ ദുഃഖങ്ങൾക്ക് വാസ്തവികത കൽപ്പിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത് അന്തിമമായ ഒരു രക്ഷപ്പെടൽ അല്ല. ഈശ്വരൻ തന്നെ മോചിപ്പിക്കണം എന്ന് പറയാൻ ജീവൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വര ഭിന്നമായ ഒന്നല്ല ഈ ജീവഭാവം. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ മോചിപ്പിക്കണം, ഞാൻ തന്നെ പ്രയത്നിക്കണം. അല്ലാതെ തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ എൻ്റെ മോചനത്തിന് എന്നെ സഹായിക്കണം എന്ന് കരുതിയാൽ അങ്ങനെ ഒരു സഹായം പുറത്തുനിന്ന് നമുക്ക് കിട്ടാനില്ല. പിന്നെ നമ്മൾ തളർന്നു വീഴുമ്പോൾ, മനസ്സ് വല്ലാണ്ട് ദുഃഖിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കാം. ദൈവമേ എന്നെ സഹായിക്കൂ, മോക്ഷം നേടുന്നതിന് സഹായിക്കൂ എന്നൊക്കെ പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹമാണ് ഞാനായി പ്രകടമായിരിക്കുന്നത് എന്നുള്ള അറിവിലൂടെ അല്ലാതെ മോക്ഷം നേടാൻ സാധ്യമല്ല. ഭാവാത് ഭാവാന്തരപ്രാപ്തൗ മധ്യേ യത് സംവിദോ വപുഃ തച്ചിദ്വ്യോമ തദേവേദം സർവം ച സ്ഥിതിനേതരതേ. വീണ്ടും പറഞ്ഞ അതേ കാര്യത്തെ തന്നെയാണ് പറയുന്നത്. ഭാവാത് ഭാവാന്തരപ്രാപ്തൗ, മനസ്സ് ഒരു സങ്കല്പത്തെ വിട്ടിട്ട് അടുത്ത സങ്കല്പത്തിലേക്ക് കടക്കുമ്പോൾ ഈ രണ്ട് സങ്കല്പങ്ങളുടെയും ഇടയ്ക്കെന്തുണ്ടോ അതാണ് ബോധം. അതായത് അത് സങ്കല്പരഹിതമായ ഒരു തലമാണ്. സങ്കല്പരഹിതമായ തലത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നവയാണ് സങ്കല്പങ്ങൾ. സങ്കല്പങ്ങൾക്ക് മുഖ്യത്വം നൽകുന്നവൻ ദുഃഖിക്കേണ്ടി വരും. സങ്കല്പങ്ങളുടെ മിഥ്യാത്വം തിരിച്ചറിയുക, അതുമാത്രമേ ദുഃഖമോചനത്തിന് വഴിതെളിക്കുകയുള്ളൂ. തച്ചിദ്വ്യോമ തദേവേദം സർവം ച സ്ഥിതിനേതരത്. ഈ ചിന്തകളുടെ ഇടയ്ക്ക്, രണ്ട് സങ്കല്പങ്ങളുടെ ഇടയ്ക്കാണ് ബോധത്തെ കണ്ടെത്തേണ്ടത്. ആ ബോധം തന്നെയാണ് ചിന്തകളായും ചിന്തകളുടെ രൂപത്തിൽ നാം അനുഭവിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളായും കാണപ്പെടുന്നത്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും യഥാർത്ഥത്തിൽ ഇവിടെയില്ല. എല്ലാം ബ്രഹ്മമയം എന്ന ഭാവത്തെ ഉറപ്പിച്ചു വേണം മോക്ഷം നേടാൻ, അല്ലെങ്കിൽ ജ്ഞാനം
ജ്ഞാനസ്ഥിതി കൈവരിക്കാൻ. തൃതീയസ്യോത്തരമാഹ, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? കഥം സത്യത്വമാഗതഃ, ഈ പ്രപഞ്ചം എങ്ങനെയാണ് എല്ലാവർക്കും സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത്? ദുഗ്ധഭാവാത് ദധിഭാവപ്രാപ്തൗ പിണ്ഡഭാവാത് ഘടഭാവപ്രാപ്തൗ പൂർവഭാവനിവൃത്ത ഉത്തരഭാവാനുപജനേ ച മധ്യേ ക്ഷണമാത്രം സന്മാത്രരൂപം പ്രസിദ്ധം തത് പരമാർത്ഥസത്യാഹ സംവിദോ വപുഃ സ്വരൂപം തദേവ ചിദ്വ്യോമ മയാ പ്രാഗുക്തം തദേവേദം സർവം ച സ്ഥിതി വസ്തു വിഭാവ്യത ഇതി സർവം സത്യത്വമാഗതം ഇത്യർത്ഥഃ. ഭ്രമം എങ്ങനെ സത്യമായി തീർന്നു? മിഥ്യ എങ്ങനെയാണ് ജീവന്മാർക്ക് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മിഥ്യയെ അല്ല അനുഭവിക്കുന്നത്, സത്യമായ ബ്രഹ്മത്തെയാണ് അനുഭവിക്കുന്നത്. ബ്രഹ്മമായി കാണാതെ ബ്രഹ്മഭിന്നമായ നാമരൂപങ്ങളായി കാണുന്നു. അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റുന്നത്. നമ്മൾ എവിടെയാണ് നമുക്ക് അമളി പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന് കാണാൻ പറ്റാതെ നാമരൂപങ്ങളെ മാത്രം കാണുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ ബ്രഹ്മമാണ് എന്നറിഞ്ഞാൽ ആ അനുഭവം മിഥ്യയല്ല. ആ വീക്ഷണകോണിലൂടെ നോക്കിയാൽ, ഏത് വീക്ഷണകോണിലൂടെ? ബ്രഹ്മം തന്നെയാണ് നാമരൂപങ്ങളായി കാണപ്പെടുന്നത് എന്ന വീക്ഷണകോണിലൂടെ നോക്കിയാൽ ഈ പ്രപഞ്ചം ബ്രഹ്മഭിന്നമായ ഒന്നല്ല. ആ അർത്ഥത്തിൽ പ്രപഞ്ചം സത്യം തന്നെ. ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട്, ബ്രഹ്മത്തെ ഒഴിവാക്കി, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് കരുതുമ്പോഴാണ് ആ പ്രപഞ്ചത്തിനെ മിഥ്യ എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നത്. നാമരൂപങ്ങളായി പ്രകടമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് കണ്ടാൽ അതാണ് യഥാർത്ഥത്തിലുള്ള സത്യദർശനം. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നത് ബ്രഹ്മമാണ്. ഇങ്ങനെ അറിയുന്നതാണ് ആത്മജ്ഞാനം. ഈശാവാസ്യമിദം സർവം, സർവം വിഷ്ണുമയം ജഗത്, സർവം ബ്രഹ്മമയം, വാസുദേവ സർവം. അയാളാണ് മഹാനായിത്തീരുന്നത്. ജ്ഞാനിയാണ് വാസ്തവത്തിൽ മഹാൻ. കാരണം മഹാൻ എന്ന പേരോടുകൂടിയ ആത്മതത്വത്തെ വ്യക്തമായി സാക്ഷാത്കരിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മഹാനായിത്തീരുന്നത്. മറ്റുള്ളവരൊക്കെ പേരിൽ മാത്രം മഹത്വമുള്ളവരാണ്. മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. മനുഷ്യർക്ക് നമ്മൾ മഹത്വം കൽപ്പിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ലൗകികമായ അവരുടെ ചില കർമ്മങ്ങളും അവരുടെ ചില അസാമാന്യമായ കഴിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ മഹാനെന്ന് കരുതുന്നത്. വാസ്തവത്തിൽ ജ്ഞാനമാണ് ഒരാൾക്ക് മഹത്വം നേടിത്തരുന്നത്. പാല് തൈരായി മാറുന്നു. പാല് കാരണം, തൈര് കാര്യം. മണ്ണിന് വിശേഷിച്ച ആകൃതിയില്ല. ആ മണ്ണിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് കുടം പോലെയുള്ള നാമരൂപങ്ങൾ. മണ്ണ് കാര്യം, കുടം മുതലായ നാമരൂപങ്ങൾ അല്ല, മണ്ണ് കാരണം, കുടം മുതലായ നാമരൂപങ്ങൾ കാര്യം. പൂർവഭാവം കാരണം, ഉത്തരഭാവം കാര്യം. പൂർവഭാവം തന്നെയാണ് മറ്റൊരു ഭാവത്തെ കൈക്കൊണ്ട് ഉത്തരഭാവം എന്ന പോലെ കാണപ്പെടുന്നത്. ഈ ഉത്തരഭാവത്തെ നിങ്ങൾ കാര്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു. പൂർവഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാണ് ഈ ഉത്തരഭാവം എന്ന് നിങ്ങൾ കരുതുന്നു. ആ ഭേദചിന്തയാണ് വാസ്തവത്തിൽ നശിപ്പിക്കപ്പെടേണ്ടത്. പാല് തൈരായി മാറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പാല് തൈരെന്ന ഒരു പുതിയ വസ്തുവായി മാറുന്നു. ഇപ്പോൾ പാലില്ല, തൈര് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, പാല് തന്നെയാണ് തൈരായി തീർന്നിരിക്കുന്നത്. തൈര് എന്നുള്ളത്
പാൽ അംഗീകരിച്ച പുതിയ ഒരു ഭാവമാണ്. നിങ്ങൾ തൈരിൽ പാലിനെ കണ്ടാൽ പ്രശ്നം തീരും. മൺഭാണ്ഡങ്ങളിൽ മണ്ണിനെ കണ്ടാൽ, പ്രപഞ്ച ദൃശ്യങ്ങളിൽ ബ്രഹ്മത്തെ കണ്ടാൽ നിങ്ങളുടെ പ്രശ്നം അതോടുകൂടി തീരും. ഭേദചിന്തയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ബ്രഹ്മത്തെ മറന്ന് നാമരൂപങ്ങളിൽ മോഹിച്ചു പോകുന്നു മനുഷ്യ മനസ്സ്. എല്ലാറ്റിനെയും ബ്രഹ്മമായി കാണൂ, പിന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. സകല ദുഃഖങ്ങളും അതോടുകൂടി നീങ്ങിക്കിട്ടും. ദുഗ്ധഭാവാത് ദധിഭാവപ്രാപ്തവും, പാലെന്നുള്ള നില മാറി തൈരെന്നുള്ള നില ഉണ്ടാവുന്നു. പിണ്ഡഭാവാത് ഘടഭാവപ്രാപ്തവും, ഒരു കുറേ മൺകൂനയായിട്ടിരുന്ന ഭാവത്തെ വിട്ടിട്ട് പ്രത്യേകം ആകൃതികളോട് കൂടിയ പാത്രങ്ങളായിത്തീരുന്നു കളിമണ്ണ്. പൂർവഭാവ നിവൃത്ത ഉത്തരഭാവ അനുപജനെ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പൂർവഭാവത്തെ വിട്ട് ഉത്തരഭാവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇടയ്ക്ക് ഒന്നുണ്ട്. അത് പൂർവഭാവവും അല്ല, ഉത്തരഭാവവും അല്ല. പൂർവഭാവം മറഞ്ഞുപോയി ഉത്തരഭാവം പൊന്തുന്നതിൻ്റെ ഇടയ്ക്കൊന്നുണ്ട്. അത് പൂർവം ഉത്തരം, മുൻ പിൻ വ്യത്യാസങ്ങളില്ലാത്ത ഒന്നാണ്. അതാണ് ബ്രഹ്മം. നമുക്ക് മണ്ണിൻ്റെ ഉദാഹരണം പരിശോധിച്ച് തന്നെ ഇത് മനസ്സിലാക്കാം. മണ്ണ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. മണ്ണാണ് കുടമായിത്തീരുന്നത്. ഈ മണ്ണെന്നുള്ള ഭാവത്തെ വിട്ടിട്ട് കുടം എന്ന ഭാവത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണ്ണെന്നുള്ള ഭാവത്തെ വിടാൻ പറ്റില്ല. മണ്ണിങ്ങനെ ഒരു കൂനയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കളിമണ്ണിൻ്റെ ഒരു കട്ട. ആ സ്വഭാവത്തെ അത് വിട്ടിട്ട് പതുക്കെ പതുക്കെ നാമരൂപങ്ങളായി മാറുന്നു. കുടമായോ മൺചട്ടിയായിട്ടോ ഒക്കെ മാറുന്നു. ഇങ്ങനെ മാറുമ്പോൾ ആ മൺകൂന എന്ന ഭാവത്തെ വിട്ടിട്ട് മൺപാത്രം എന്നുള്ള ഭാവത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താണുള്ളത്? മണ്ണ്. നേരത്തെ മൺകൂനയായിട്ട് അത് സ്ഥിതി ചെയ്തു. അതിലെന്താ ഉള്ളത്? മണ്ണ്. ഇപ്പം ആ മൺകൂന തന്നെ അനേകം മൺപാത്രങ്ങളായി മാറുന്നു. ഈ മൺകൂന എന്നുള്ള ഭാവത്തെ വിട്ടിട്ട് പാത്രം എന്ന ഭാവത്തെ അംഗീകരിക്കുന്നതിന് ഇടയ്ക്ക് ഉള്ള ഭാവം എന്താണ്? അതാണ് മണ്ണ്. കാരണം മണ്ണാണ് സത്യം. മൃത്തികേത്യവ സത്യം. കൂനയുടെ ആകൃതിയിലിരുന്നതും മൺപാത്രങ്ങളുടെ ആകൃതി കൈക്കൊണ്ടതും ഈ മണ്ണാണ്. ഇതുപോലെ കാരണം കാര്യം, കാരണമായിരുന്നതും ബ്രഹ്മം തന്നെ. ആ കാരണത്തിൽ നിന്ന് പൊന്തിയ കാര്യമായി കാണപ്പെടുന്നതും അത് തന്നെ. ചുരുക്കം, കാര്യകാരണങ്ങൾ എന്ന് രണ്ടില്ല. ഏകമായ അദ്വൈത സത്യം മാത്രമേ ഉള്ളൂ. കാര്യത്തിലും കാരണത്തിലും കാര്യകാരണരഹിതമായ, കാര്യകാരണ വിലക്ഷണമായ ആ ആത്മാവിനെ കാണാൻ കഴിഞ്ഞാൽ കാര്യകാരണ ഭാവം തന്നെ നഷ്ടമാകും. കാരണത്തെ നമ്മൾ വേർപെടുത്തുന്നു, കാര്യത്തിൽ നിന്ന് അന്യമായി കാണുന്നു. ആ ഭേദചിന്തയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. കാര്യത്തിലുടനീളം കാരണത്തെ കാണൂ എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ നിന്നാണോ ഈ കാര്യങ്ങൾ പൊന്തിയിട്ടുള്ളത് അതൊക്കെ കാരണം തന്നെ എന്ന് കാണൂ. അങ്ങനെയാകുമ്പോൾ കാര്യം എന്ന ഭാവം ഉള്ളിൽ നിന്ന് അകലും. ഇപ്പോൾ കാരണം തന്നെയാണ് കാര്യമായി തീർന്നിരിക്കുന്നത് എന്ന് പിടികിട്ടിയാൽ കാര്യത്തിൻ്റെ അഭാവത്തിൽ കാരണത്തെ കാരണമെന്ന് എന്തിനു പറയണം? അപ്പോൾ കേവലമായ അധിഷ്ഠാനത്തിൽ നമ്മൾ എത്തിച്ചേരും. കാര്യകാരണ വിലക്ഷണം, അതിനെയാണ് നമ്മൾ പരമകാരണമെന്ന് പറയുന്നത്. അത് ഒന്നിൻ്റെയും കാരണമല്ല. കാരണം അതിൽ നിന്ന് ഭിന്നമായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം വേറെ, കാര്യം വേറെ. ഈ വ്യത്യാസം ഉണ്ടെങ്കിലേ ആദ്യം ഉണ്ടായിരുന്നതിനെ കാരണമെന്നും
പിന്നീടുണ്ടായതിനെ ആദ്യം ഉണ്ടായതിനെ കാരണമെന്നും പിന്നീടുണ്ടായതിനെ കാര്യമെന്നും പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒന്ന് തന്നെ മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. ആദ്യത്തെ രൂപത്തെ നിങ്ങൾ കാരണമെന്ന് പറയുന്നു, രണ്ടാമതുണ്ടായ രൂപത്തെ കാര്യമെന്ന് പറയുന്നു. അത് തന്നെയാണിത് എന്ന് കാണാൻ കഴിഞ്ഞാൽ കാര്യകാരണഭാവം ഉള്ളിൽ നിന്ന് നീങ്ങും. അവശേഷിക്കുന്നതെന്തോ അത് കാര്യകാരണ വിലക്ഷണമായ ബ്രഹ്മമായിരിക്കും. പൂർവഭാവ നിവൃത്ത ഉത്തരഭാവ അനുപജനെ, പൂർവഭാവത്തെ കൈവിട്ടിട്ട് ഉത്തരഭാവത്തെ കൈക്കൊള്ളുന്നതിന് മുൻപ് ആ ഇടയ്ക്കുള്ള സ്ഥലത്ത് മധ്യേ ക്ഷണമാത്രം ആ ഇടയ്ക്കുള്ള ഒന്നിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് സന്മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. ശുദ്ധമായ ഉണ്മ, അതാണ് സത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉണ്മയാണ് കാരണവും കാര്യവും എന്ന പോലെ കാണപ്പെടുന്നത്. ഉണ്മയിൽ കാര്യകാരണങ്ങൾ യഥാർത്ഥത്തിലില്ല. അവ സാപേക്ഷങ്ങളായ രണ്ട് വാക്കുകൾ മാത്രം. മണ്ണിൽ കൂന എന്നുള്ള ഭാവവുമില്ല, മൺപാത്രങ്ങൾ എന്നുള്ള ഭാവവുമില്ല. അത് രണ്ടും മണ്ണിൽ ആരോപിക്കപ്പെട്ടവയാണ്. കാര്യകാരണഭാവങ്ങൾ കേവലമായ സത്യത്തിൽ ആരോപിക്കപ്പെട്ടവയാണ്. കാര്യകാരണഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നകന്നാൽ കേവലമായ ആ സത്യത്തെ, ഉണ്മയെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. സന്മാത്രരൂപം പ്രസിദ്ധം തത് പരമാർത്ഥ സത്യാഹ സംവിദോ വപുഃ. അതിനെയാണ് പരമാർത്ഥ സത്യം, വാസ്തവത്തിലുള്ളത്, സത്ത്, ബ്രഹ്മം എന്നൊക്കെ ഉപനിഷത്തുകളും വേദാന്ത ശാസ്ത്രവും വിളിക്കുന്നത്. ആ സംവിത്തിൻ്റെ ശരീരം ഉണ്മ തന്നെയാണ്. ഈ ബ്രഹ്മത്തെ എവിടെ ചെന്ന് കാണും, എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ പലതിനെയും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഈ അറിയപ്പെടുന്നവ വാസ്തവത്തിൽ നാമരൂപങ്ങളാണ്. ആ അറിയപ്പെടുന്നവയ്ക്ക് ആധാരമായി, അധിഷ്ഠാനമായി നാമരൂപരഹിതമായ ഒന്നുണ്ട്. അതാണ് ശുദ്ധമായ ഉണ്മ. അത് നാമരൂപങ്ങളോടുകൂടി കാണപ്പെടുമ്പോൾ അതിനെ നമ്മൾ പ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് കരുതുന്നു. വാസ്തവത്തിൽ നാമരൂപങ്ങൾ ഇവിടെ ഇല്ലേയില്ല. നാമരൂപങ്ങൾ മനസ്സ് ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മായ ജനിപ്പിക്കുന്ന ഒരു വിഭ്രമം മാത്രമാണ്. ആ നാമരൂപങ്ങളിൽ നാമരൂപരഹിതമായ മറ്റൊന്ന് സദാ വ്യാപിച്ചു നിൽക്കുന്നു. അതിനെയാണ് ശുദ്ധമായ ഉണ്മ, ബ്രഹ്മം, ബോധം, ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. തദേവ ചിദ്വ്യോമ, അത് തന്നെയാണ് രാമ, ചിദാകാശം. മയാ പ്രാഗുക്തം തദേവ. ഞാൻ നേരത്തെ ഈ ആത്മതത്വത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്നത്. തദേവ ഇദം സർവം ച സ്ഥിതി വസ്തു വിഭാവ്യതൈതി. ആ ബ്രഹ്മം തന്നെ നിന്നാൽ വസ്തുക്കൾ എന്ന പോലെ അറിയപ്പെടുന്നു. അത് എൻ്റെ കുഴപ്പമാണ്. എൻ്റെ വീക്ഷണത്തെ ഞാൻ മാറ്റണം. എൻ്റെ വീക്ഷണത്തിൽ പരിവർത്തനം ഏർപ്പെടുത്തണം. ഞാനിപ്പോൾ കാണുന്നത് നാമരൂപങ്ങൾ എന്നാണ്. ആ ഭാവത്തെ മാറ്റി ഇതൊക്കെ ശുദ്ധമായ ചിത്താണ്, ശുദ്ധമായ ഉണ്മയാണ് എന്ന് ബുദ്ധിയാകുന്ന കണ്ണിലൂടെ കാണണം. വിചാരം എന്നുള്ള കണ്ണിലൂടെ കാണുമ്പോഴാണ് ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ഈ കണ്ണ് നാമരൂപങ്ങളെ മാത്രമേ കാണിച്ചു തരൂ. ആ കാഴ്ച തെറ്റാണ്, അത് ഭ്രമമാണ്. അതുകൊണ്ട് ബുദ്ധിയിലൂടെ, ബുദ്ധിയാകുന്ന കണ്ണിലൂടെ ഈ കേവലമായ സത്യത്തെ സദാ പിന്തുടരൂ. നാമരൂപങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാമരൂപരഹിതമായ ഒന്നുണ്ട്. അതാണ് കേവലമായ ഉണ്മ. അത് തന്നെയാണ് ശുദ്ധമായ സത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കാണൂ. അതിൻ്റെ ഉണ്മയാണ് നാമരൂപങ്ങൾക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത് എന്നും കാണൂ. നാമരൂപങ്ങളിൽ ബ്രഹ്മത്തെയും ബ്രഹ്മത്തിൽ പൊന്തിയവയാണ് നാമരൂപങ്ങൾ എന്നും കാണൂ. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി
എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ആരാണോ എന്നെ തന്നെ എല്ലാറ്റിലും കാണുന്നത്, എല്ലാറ്റിലും എന്നെയും കാണുന്നത്, എന്നിൽ സകലതിനെയും സകലതിൽ എന്നെയും കാണുന്നത്, മാറ്റിയും മറിച്ചും കാണണം. സ്വർണത്തിൽ പൊന്തിയവയാണ് നാമരൂപങ്ങളായ ആഭരണങ്ങൾ. നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്വർണമാണ്. ഇങ്ങനെ രണ്ട് രീതിയിലും കാണൂ. അപ്പോൾ നാമരൂപങ്ങൾ സ്വർണത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങും. ഇങ്ങനെ കണ്ടാലേ നീങ്ങും. നാമരൂപങ്ങളിൽ ബ്രഹ്മത്തെയും ബ്രഹ്മത്തിൽ പൊന്തിയ മായാദൃശ്യങ്ങളാണ് ഈ നാമരൂപങ്ങൾ എന്നും രണ്ട് രീതിയിലും കാണണം. അപ്പോൾ ഭേദചിന്തകൾ നമ്മെ വിട്ടകലും. തദേവേദം സർവം ച സ്ഥിതി വസ്തു വിഭാവ്യതൈതി. വസ്തുക്കളായി, പദാർത്ഥങ്ങളായി, നാമരൂപങ്ങളായി കാണപ്പെടുന്നത് നാമരൂപരഹിതമായ കേവല സത്തയാണ്. കേവല സത്തയിൽ മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിയവയാണ് ഈ പ്രപഞ്ച നാമരൂപങ്ങൾ. ഇങ്ങനെ രണ്ട് രീതിയിലും കാണുമ്പോൾ ഇത് സർവം സത്യത്വമാഗതം ഇത്യർത്ഥ. അത് തന്നെയാണ് ഇതായി മാറിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചം സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു. ഇതായിരുന്നു രാമൻ്റെ മൂന്നാമത്തെ ചോദ്യം. ഈ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെ സത്യം എന്ന് കരുതുന്നത്? സത്യം തന്നെയാണ് പ്രപഞ്ചമായി തീർന്നിട്ടുള്ളത്. പക്ഷെ സത്യത്തെ മറന്ന് പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നു. ആ ധാരണയാണ് മിഥ്യ അല്ലെങ്കിൽ ഭ്രമം. നാമരൂപങ്ങളിൽ അധിഷ്ഠാന സത്യത്തെ സദാ കണ്ടുകൊണ്ടിരിക്കൂ, അങ്ങനെ അഭ്യസിക്കൂ. അപ്പോൾ നാമരൂപങ്ങളിലുള്ള ശ്രദ്ധ നീങ്ങും. ആത്മാവിൽ ശ്രദ്ധയുള്ളവരായിത്തീരും. ആത്മാവിൽ ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ആത്മാവിനെ നാമരൂപങ്ങളിൽ ദർശിക്കാൻ പറ്റൂ. നാമരൂപങ്ങൾ വിഭിന്നങ്ങളാണ് എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആത്മാവിനെ മറക്കുന്നത് കൊണ്ടാണ് ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. എല്ലാം ആത്മമയമായി കാണപ്പെട്ടാൽ പിന്നെ തെറ്റിദ്ധാരണയ്ക്കോ ഭ്രമത്തിനോ അവകാശമില്ല. അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് രാമ ഈ നാമരൂപങ്ങളായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാമരൂപങ്ങൾ ജീവന്മാർക്ക് സത്യമായി അനുഭവപ്പെടുന്നത്. സത്യം തന്നെയാണ് ഈ രൂപം കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ സത്യമെന്നല്ലാതെ എങ്ങനെയാണ് മിഥ്യയായി അനുഭവപ്പെടുക? അപ്പോൾ എന്തുകൊണ്ട് പ്രപഞ്ചം സത്യമായി തീർന്നിരിക്കുന്നു, സത്യം എന്ന പോലെ അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇത് സത്യത്തിൻ്റെ പ്രകടനമായതുകൊണ്ട് ഈ കാണുന്നത് ഒരേ ബ്രഹ്മത്തിൻ്റെ തന്നെ നാനാരൂപങ്ങൾ. ഇവയിലൊക്കെ ബ്രഹ്മത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ ദ്വൈത ചിന്ത നമ്മ വിട്ടകലും. സദാ ബ്രഹ്മഭാവം ഉള്ളിൽ ഉറയ്ക്കും. അത് ആത്മാനുഭവത്തിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ഈ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. നാളെ നമ്മുടെ ക്ലാസ് ഇല്ല. കാരണം നമുക്ക് പ്രസംഗിക്കാനുള്ള വേദിയില്ല. എല്ലാ വേദികളും ഓക്യുപ്പൈഡാണ്. ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല. ഇനി നമ്മുടെ ക്ലാസ് അടുത്ത ശനിയാഴ്ച.